കോവിഡ് കാലത്ത് നമ്മൾ വ്യാപകമായി പറഞ്ഞു കേട്ട ഒരു പരാതിയുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു. സ്കൂൾ തുറന്നു കിട്ടിയിട്ട് വേണം കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ. ഈ അധ്യാപകരൊക്കെ കുട്ടികളെ സഹിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ആ കാലത്ത് വ്യാപകമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തുടർച്ചയായിട്ട് 3-4 അവധി ഉണ്ടാകുമ്പോൾ ഇപ്പോഴും രക്ഷാകർത്താക്കൾക്ക് പലർക്കും ആദ്യമാണ് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. ഈ കൈകാര്യം ചെയ്യലിലാണ് പ്രശ്നമുള്ളത്. ഈ കൈകാര്യം ചെയ്യലിന് പകരം അവരെ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയാലോ എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ഓരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഓരോ കുട്ടിയും ഒരുപാട് കഴിവുകളുടെ സങ്കേതമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടാകുന്നില്ല. കഴിവുകൾ മാത്രമല്ല, കുട്ടികൾക്കുള്ള പാഷൻ എന്താണ്, കുട്ടികൾക്കുള്ള അഭിരുചി എന്താണ്, ഇതൊന്നും തന്നെ നമ്മൾ പലപ്പോഴും കണക്കിലെടുക്കാറില്ല. അവധിക്കാലങ്ങൾ സന്തോഷകരമാക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ് കുട്ടികൾക്കുള്ള അഭിരുചികളും പാഷനുകളിലെയും അവരെ പറഞ്ഞു വിടുക എന്നുള്ളത്. അത് ചിലപ്പോൾ കുട്ടികൾക്ക് സ്പോർട്സിനോടാണെങ്കിൽ അതിനോട്, നൃത്തത്തിനോടാണെങ്കിൽ അതിനോട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള എക്സർസൈസുകളോടാണെങ്കിൽ അങ്ങനെ ഓരോ കുട്ടിക്കും ഏതെങ്കിലും 1-2 മേഖലകളിൽ പ്രത്യേകമായ താല്പര്യങ്ങൾ, അഭിരുചികൾ ഉണ്ടായിരിക്കും. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്തരം ഒഴിവ് ദിനങ്ങൾ ഏറ്റവും പോസിറ്റീവാക്കി കൺവേർട്ട് ചെയ്യാനുള്ള, മാറ്റി തീർക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതിന് വേണ്ടത് എൻ്റെ കുട്ടിക്ക് താല്പര്യമുള്ള വഴികൾ ഏതൊക്കെ, പഠനത്തിന് പുറമേ അവന് താല്പര്യമുള്ള, അവൾക്ക് താല്പര്യമുള്ള മേഖലകൾ ഏതൊക്കെ എന്ന് നമ്മൾ കണ്ടെത്തണം. ഓരോ കുട്ടിയും ബഹുമുഖ ബുദ്ധിശക്തിയുള്ള കുട്ടികളാണ്. ആ ബഹുമുഖ ബുദ്ധിശക്തിയുള്ള കുട്ടികളിൽ ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് ശോഭിക്കാൻ കഴിയുക. ചില ആളുകൾക്ക് കണക്കിലാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നമുക്ക് അവധി ദിവസങ്ങൾ അത്തരം അധികം പഠനത്തിന് വേണ്ടി ചെലവഴിക്കാം, അല്ലെങ്കിൽ കണക്കിലൂടെയുള്ള അത്തരം കളികൾക്ക് വേണ്ടി ചെലവഴിക്കാം. സ്പോർട്സിലാണ് താല്പര്യമെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏത് മേഖലയിൽ, സ്പോർട്സിലെ ഏത് മേഖലയിലാണ് താല്പര്യമെന്ന് കണ്ടെത്തി അതിലേക്ക് വഴിതിരിച്ചു വിടാം. പക്ഷേ ഇതൊക്കെ വഴിതിരിച്ചു വിടണമെങ്കിൽ കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കണം. ഈ അഭിരുചി മനസ്സിലാക്കാനുള്ള ഒട്ടനവധി സങ്കേതങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആ വഴികളിലേക്ക് കുട്ടികളെ കടത്തിവിടുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. അല്ലാതെ കുട്ടികൾ വീടിന് ഒരു ഭാരമല്ല തന്നെ. അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായി, മുതൽക്കൂട്ടായി കാണുകയാണ് രക്ഷാകർത്താക്കൾ ചെയ്യേണ്ടത്. അവരുടെ സർവ്വതോന്മുഖമായ വികസനമാണ് മാതാപിതാക്കൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവരെ കൃത്യമായി മാനേജ് ചെയ്യുക, അവരുടെ കാര്യങ്ങളിൽ വളരെ ശാസ്ത്രീയമായ ഇൻ്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.